16ാമത്തെ ചോദ്യം. If A and B are independent events with P of A is equal to 0.4 and P of B is equal to 0.5, then find P of neither A nor B. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പി ഓഫ് നൈദർ എ നോർ ബി കാണാനാണ് പറഞ്ഞേക്കണേ. എയും ഇല്ല ബിയും ഇല്ല, അതിന്റെ പ്രോബബിലിറ്റി കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നൈദർ എ അതായത് നോട്ട് എ ഡാഷ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നോർ ബി ബിയുമില്ല, അതായത് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതാണ് പി ഓഫ് നൈദർ എ നോർ ബി എന്ന് പറയുന്നത്. പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെന്ന്. നമുക്കറിയാം എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണ്. അപ്പം അങ്ങനെയെങ്കിൽ ഇൻഡിപെൻഡന്റ് ഇവൻസിന്റെ ഫോർമുലയാണ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണെന്നുള്ളത്. അപ്പം അങ്ങനെയെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ആണ് എന്നാണെങ്കിൽ പി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഈക്വൽ ടു പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ് എന്ന് നമുക്ക് എഴുതാം. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവൻസ് ആണെങ്കിൽ എ ഡാഷും ബി ഡാഷും ഇൻഡിപെൻഡന്റ് ഇവൻസ് തന്നെയായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പി ഓഫ് എ ഡാഷ് ഇൻറ്റു പി ഓഫ് ബി ഡാഷ്. പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. അതുപോലെ തന്നെ പി ഓഫ് ബി ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ബി ആണ്. അപ്പം അങ്ങനെയെങ്കിൽ 1 മൈനസ് പി ഓഫ് എ 0.4 ഇൻറ്റു 1 മൈനസ് പി ഓഫ് ബി 0.5 ഈക്വൽ ടു 0.6 ഇൻറ്റു 0.5, അതായത് 0.30 എന്ന് നമുക്കിവിടെ ആൻസർ കിട്ടുന്നു. രണ്ടാമത്തെ ചോദ്യം. A man is known to speak truth 4 out of 5 times. He throws a die and reports that it is 5. Find the probability that it is actually a 5. ഒരു ആള് 5 കാര്യങ്ങൾ പറയുന്നതിൽ 4 കാര്യങ്ങൾ സത്യം പറയുന്ന ആളാണ്, ഒരു കാര്യം സത്യമല്ലാതെ നുണ പറയുന്ന ആളാണ്. അങ്ങനെയെങ്കിൽ ആ ആള് ഒരു ഡൈ എറിഞ്ഞിട്ട് അയാൾ പറഞ്ഞു ഇറ്റ് ഈസ് 5, കിട്ടിയിരിക്കുന്നത് 5 ആണ് എന്ന് പറഞ്ഞു. കിട്ടിയിരിക്കുന്നത് ആക്ച്വലി 5 ആണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഈ ഒരാൾ പറഞ്ഞു അത് 5 ആണെന്ന്. അങ്ങനെയെങ്കിൽ അവിടെ കിട്ടിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു 5 തന്നെ ആയിരിക്കാനുള്ള സാധ്യത എന്താണ്? അതാണ് നമ്മൾ കാണേണ്ടത്. ഈ റാൻഡം എക്സ്പെരിമെന്റ് നടക്കുമ്പോൾ അവിടെ ആദ്യം സംഭവിക്കുന്ന കാര്യം, ഹി ത്രോസ് എ ഡൈ, അയാൾ ഒരു ഡൈ എറിഞ്ഞു. ഡൈ എറിഞ്ഞിട്ട് 5 കിട്ടുന്നതിനെ കുറിച്ചാണ് ഇവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഡൈ എറിഞ്ഞു കഴിഞ്ഞാൽ 5 കിട്ടാം, കിട്ടാതിരിക്കാം. അങ്ങനെയെങ്കിൽ E1 E2 എന്നിങ്ങനെ 2 ഇവൻസിനെ നമ്മൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്യുന്നു. E1 എന്ന് പറയുന്നത് ഗെറ്റിംഗ് 5, E2 എന്ന് പറയുന്നത് 5 കിട്ടുന്നില്ല, നോട്ട് ഗെറ്റിംഗ് 5. അതായത് അവിടെ സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള 2 ഡിസ്ജോയിന്റ് ഇവൻസ് E1ഉം E2ഉം. ഒന്നെങ്കിൽ 5 കിട്ടുന്നു, അല്ലെങ്കിൽ 5 കിട്ടുന്നില്ല. വീണ്ടും E1 സംഭവിച്ചാലും E2 സംഭവിച്ചാലും അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം, ആ ആൾ റിപ്പോർട്ട് ചെയ്യുന്നു കിട്ടിയിരിക്കുന്നത് 5 ആണെന്ന്. നമുക്കറിയാം അവിടെ 5 കിട്ടിയിട്ട് അയാൾ സത്യം പറയുന്നതാകാം, അവിടെ 5 കിട്ടാതിരുന്നിട്ട് അയാൾ നുണ പറയുന്നതാകാം. എനിവേ എ എന്ന് പറഞ്ഞ ഇവൻ്റായിട്ട് നമ്മൾ എടുക്കുന്നത് ഹി റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 5. അങ്ങനെയെങ്കിൽ ഇവിടെ ചോദ്യത്തിൽ പറയുന്നത് ഹി റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 5, കിട്ടിയിരിക്കുന്നത് 5 ആണെന്ന് അയാൾ റിപ്പോർട്ട് ചെയ്തു. അതായത് എ എന്ന് പറയുന്ന ഇവന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ 5. യഥാർത്ഥത്തിൽ അവിടെ 5 വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത എന്താണ്? അതായത് പി ഓഫ് E1 ഗിവൺ എ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കിട്ടിയിരിക്കുന്നത് 5 ആണെന്ന് ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ യഥാർത്ഥത്തിൽ 5 വന്നിട്ടുണ്ടാകാനുള്ള സാധ്യത, അതായത് E1 സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത എന്താണ്? അപ്പം അങ്ങനെയെങ്കിൽ പി ഓഫ് E1 ഗിവൺ എ, നമുക്കറിയാം ഇത് ബേയസ് തിയറമാണ്. ഫോർമുല പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 ഡിവൈഡഡ് ബൈ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2. ഇതാണ് ബേയസ് തിയറത്തിൻ്റെ ഫോർമുല. ഇവിടെ നമ്മൾ വാല്യൂസ് ഓരോന്നായിട്ട് പുട്ട് ചെയ്ത് കൊടുക്കണം. പി ഓഫ് E1
ഈവൺ എന്ന് പറയുന്ന ഇവന്റ് ഗെറ്റിംഗ് 5 ഒരു ഡൈ ത്രോ ചെയ്യുന്നു 5 കിട്ടാനുള്ള സാധ്യത നമുക്കറിയാം 6ൽ 1 5 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ 1/6 ആണ് അതിനുള്ള സാധ്യത. പി ഓഫ് എ ഗിവൺ ഈവൻ അതായത് ഈവൻ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ എ സംഭവിക്കാനുള്ള സാധ്യത. ഈവൻ എന്ന് പറയുന്ന ഇവന്റ് ഗെറ്റിംഗ് 5 ഡൈ 5 കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഹി റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് 5 അയാൾ 5 ആണ് വീണിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഡൈ 5 കാണിച്ചു, അങ്ങനെയെങ്കിൽ അയാൾ ഡൈ 5 ആണ് കാണിച്ചിരിക്കുന്നത് എന്ന് പറയാനുള്ള സാധ്യത. എന്ന് പറഞ്ഞാൽ അയാൾ സത്യം പറയാനുള്ള സാധ്യത. ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എ മാൻ ഈസ് നോൺ ടു സ്പീക്ക് ട്രൂത്ത് 4 ഔട്ട് ഓഫ് 5 ടൈംസ്. അതായത് അയാൾ സത്യം പറയാനുള്ള സാധ്യത 4 ഔട്ട് ഓഫ് 5 ആണ്, അതായത് 4/5 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ പി ഓഫ് എ ഗിവൺ ഈവൻ അതായത് ഡൈ യഥാർത്ഥത്തിൽ 5 കാണിക്കുകയും അയാൾ 5 ആണ് വീണിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യാനുള്ള സാധ്യത, അയാൾ സത്യം പറയാനുള്ള സാധ്യത 4/5 ഡിവൈഡഡ് ബൈ താഴെ പി ഓഫ് ഈവൻ 1/6 ഇൻറ്റു പി ഓഫ് എ ഗിവൺ ഈവൻ 4/5 പ്ലസ് പി ഓഫ് E2 നോട്ട് ഗെറ്റിംഗ് 5 ഡൈ എറിഞ്ഞപ്പോൾ 5 കിട്ടിയില്ല, 5 കിട്ടാതിരിക്കാനുള്ള സാധ്യത, അതായത് E2 സംഭവിക്കാനുള്ള സാധ്യത നമുക്കറിയാം 5 ഒഴിച്ച് ബാക്കി ഏതുമാകാം, അതായത് 6 എണ്ണത്തിനകത്ത് ബാക്കി ഏതുമാകാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5/6 ആണ് 5 കിട്ടാതിരിക്കാനുള്ള സാധ്യത ഇൻറ്റു പി ഓഫ് എ ഗിവൺ E2 അതായത് E2 സംഭവിച്ചിട്ടുണ്ട്, എ സംഭവിക്കാനുള്ള സാധ്യത. E2 എന്ന് പറയുന്നത് ഡൈ 5 അല്ല കാണിച്ചിരിക്കുന്നത്, 5 കിട്ടിയിട്ടില്ല, പക്ഷേ എ സംഭവിക്കാനുള്ള സാധ്യത. ഹി റിപ്പോർട്ട്സ് ദാറ്റ് ഇറ്റ് ഈസ് എ 5 അതായത് E2 സംഭവിച്ചിട്ട് എ സംഭവിക്കാനുള്ള സാധ്യത, അതായത് 5 കിട്ടാതിരുന്നിട്ട് അയാൾ 5 ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാനുള്ള സാധ്യത, അതായത് അയാൾ നുണ പറയാനുള്ള സാധ്യത. അയാൾ നുണ പറയാനുള്ള സാധ്യത 1/5 ആണ്. കാരണം 5 കാര്യങ്ങളിൽ 4 കാര്യങ്ങൾ അയാൾ സത്യം പറയും, ഒരു കാര്യം പറയുന്നത് നുണയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് 1/6 ഇൻറ്റു 4/5 അതായത് 4/30 ഡിവൈഡഡ് ബൈ 1/6 ഇൻറ്റു 4/5 അതായത് 4/30 പ്ലസ് 5/6 ഇൻറ്റു 1/5 5/30 അതായത് 4/30 ഡിവൈഡഡ് ബൈ 9/30 അതായത് 4/9 4/9 ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം.